നമസ്കാരം. യൂറോപ്പിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന നഗരം, യൂറോപ്പിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന നഗരം പ്രാഗ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന നഗരങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു നഗരമാണ് പ്രാഗ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര തുടങ്ങുവാൻ എന്തുകൊണ്ടും അനുയോജ്യമായൊരു നഗരം ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനിൽ ആൻഡ് വെൽക്കം ടു വണ്ടറിങ് മൈഗ്രൻസ്. നമ്മളെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സന്തോഷങ്ങൾ, അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക. അതുമൂലം അവർക്ക് അവിടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവുമല്ലോ. സോ അതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്, വ്ളോഗ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് പ്രാഗിലൂടെ യാത്ര തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് പ്രാഗിലൂടെയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ വന്നേക്കുന്നത് കറക്റ്റ് മിഡിൽ ഓഫ് ദ സമ്മർ എന്ന് പറയാം. ഇന്നലെ വരെ നല്ല മഴ പെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒട്ടും മഴയില്ല. സോ നമുക്ക് നല്ലോണം കാഴ്ചകൾ കാണാനും എൻജോയ് ചെയ്യാനും സാധിക്കും. കൊറോണ കഴിഞ്ഞ് ലോക്ക്ഡൗണുകളെല്ലാം മാറിയിട്ട് വീണ്ടും പ്രാഗ് പഴയ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾ അധികം ഇല്ലെങ്കിലും അകത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾ കണ്ടമാനം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് തിരക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ട്രീറ്റിലൊക്കെ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് തിരക്കുകളില്ലെങ്കിലും കുറച്ച് തിരക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ നമുക്ക്. കൂടുതലായിട്ടും ചെക്കിൽ നിന്നുള്ള ആൾക്കാരും അതുപോലെ തന്നെ അടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ഓസ്ട്രിയ, ജർമ്മനി, അങ്ങനെ ബോർഡർ ഓപ്പൺ ചെയ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ അധികമായിട്ട് ചെക്കിലേക്ക് ഇപ്പോൾ പ്രാഗിലെത്തി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പ്രാഗിനെ കുറിച്ച് രണ്ട് വാക്ക്. പ്രാഗ് എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക് എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. പണ്ട് കാലം മുതൽ ഏകദേശം 10ാം നൂറ്റാണ്ട് മുതൽ തന്നെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് പ്രാഗ് എന്ന് പറയുന്നത്. പല രാജാക്കന്മാർ, പല എംപയേഴ്സ് ഇവിടെ ഉണ്ടാവുകയും അതുപോലെ തന്നെ നശിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെക്കിലേക്ക് വരുന്ന ആൾക്കാർ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ കീഴിലാണെങ്കിലും ഇവിടുത്തെ കറൻസി യൂറോ അല്ല. ഇവിടെ ചെക്ക് കൊറൂണ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ചെക്ക് ക്രൗൺസ് എന്ന് പറയുന്ന കറൻസിയാണ് ഇവിടെ നിലവിലുള്ളത്. സോ നമുക്ക് പ്രാഗ് പോലൊരു സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ യൂറോ ഉണ്ടെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ചെക്ക് റിപ്പബ്ലിക്കിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എത്തുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ക്രൗൺ തന്നെ വേണം. സോ അത് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയും വേണം. ആ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുകയും വേണം. കാരണം പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരുപാട് സ്കാമുകളും തട്ടിപ്പുകളും നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പ്രാഗ്. സോ നിങ്ങൾ പറ്റിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ട്. സോ അത് കെയർഫുള്ളായിട്ട് വേണം, നോക്കി കണ്ടൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ കാശ് പോകും. അതുപോലെ തന്നെ പ്രാഗ് എങ്ങനെ കാണാം? പ്രാഗ് നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തോ, അല്ലെങ്കിൽ ഇവിടെ ടൂറിസ്റ്റ് സർവീസുകളുണ്ട്, അത് ഉപയോഗപ്പെടുത്തി കാണാം. പക്ഷെ അതിലും ഭംഗി എപ്പോഴും പ്രാഗ് കാണാനായി എങ്ങനെയാണെന്ന് വെച്ചാൽ നടന്ന് കാണണം. ഒരു ദിവസം നടന്നാൽ കണ്ടു തീരാവുന്ന സ്ഥലമേ ഉള്ളൂ പ്രാഗ് എന്ന് പറയുന്ന മെയിൻ സിറ്റി. അത്
നടന്ന് കാണുന്നതിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ്. നമ്മളല്ലാതെ ഈ തിരക്കിൻ്റെ ഉള്ളിൽ വണ്ടികളിൽ പോയി കാണുമ്പോൾ നമ്മൾ കാണുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നടന്ന് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നടന്നു തുടങ്ങിയത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നടന്ന് ഞാൻ എത്തിയത് പ്രാഗിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്, കണ്ടു തുടങ്ങേണ്ട സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് വെൻസില സ്ക്വയറും അതിനോട് ചേർന്നിട്ടുള്ള നാഷണൽ മ്യൂസിയം. സോ ഈ കാണുന്നതാണ് നാഷണൽ മ്യൂസിയം ഓഫ് പ്രാഗ്. ഇത് പഴയ ബിൽഡിങ്ങാണ്. അതിനോട് ചേർന്ന് തന്നെ പുതിയൊരു ബിൽഡിങ്ങുണ്ട്. സോ എപ്പോഴും നിങ്ങളുടെ വാക്കിംഗ് ടൂർ അല്ലെങ്കിൽ നടന്ന് കാണുന്നത് സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയ ലൊക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ മ്യൂസിയമാണ്. ഈ നാഷണൽ മ്യൂസിയം എന്ന് പറയുന്നത് ഏകദേശം 200 കൊല്ലത്തിന് മേലെ പഴക്കമുള്ളതാണ്. 1818 ഈ ഒരു ബിൽഡിങ് പണിയുകയും ഇത് മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് ഹിസ്റ്ററി, ആർട്സ്, സയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള എക്സിബിറ്റ്സാണ് കൂടുതലുള്ളത്. ഈ കാണുന്ന മ്യൂസിയം ഒരുപാട് യുദ്ധങ്ങളും ഒരുപാട് അധിനിവേശങ്ങളും ഒക്കെ കണ്ടൊരു മ്യൂസിയമാണ്. ഇത് പല സമയത്തായിട്ട് പല രീതിയിൽ തകർന്നിട്ടുണ്ട്. 1-ാം ലോക മഹായുദ്ധ കാലത്ത്, അത് കഴിഞ്ഞിട്ട് ഹിറ്റ്ലറിൻ്റെ കൂടെയുള്ള 2-ാം ലോക മഹായുദ്ധ കാലത്ത്, അത് കഴിഞ്ഞിട്ട് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ ഇതിൻ്റെ പല ഭാഗങ്ങളായിട്ടും ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ തകർന്നിട്ടുണ്ട്. അവസാനം ഇത് 2011 അടയ്ക്കുകയും 2011 മുതൽ 2019 വരെ ഇത് മൊത്തമായിട്ട് റെനോവേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് വീണ്ടും തുറന്നത്. എൻ്റെ പുറകെ കാണുന്ന ആ ഒരു കെട്ടിടമല്ലേ, ആ ഒരു കെട്ടിടമാണ് ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മ്യൂസിയമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഹിസ്റ്ററി മ്യൂസിയമായിട്ട് നിലനിർത്തി ബാക്കി എല്ലാ എക്സിബിറ്റ്സും തിരിച്ച് ഈ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവച്ചു. ഇനി ഈ മ്യൂസിയം നിൽക്കുന്ന സ്ഥലമാണ് പ്രാഗിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് എന്ന് പറയുന്നത്. ഇതൊരു സ്ക്വയറാണ്. ഇതിനെ വെൻസ്ലാ സ്ക്വയർ എന്ന് പറയും, അല്ലെങ്കിൽ ചെക്ക് ഭാഷയിൽ പറയുകയാണെങ്കിൽ വാറ്റ്സ്ലാവ് സ്ക്വയർ എന്ന് പറയും. വാറ്റ്സ്ലാവ് നാമ്യസ്തി എന്ന് പറയും. സോ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഈ കാണുന്നതാണ് ആ സ്ക്വയർ, വെൻസില സ്ക്വയർ. ചെക്കിൻ്റെ ചരിത്രത്തിലെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നൊരു പ്രദേശമാണ് വെൻസില സ്ക്വയർ. ശരിക്കും ചെക്കിൻ്റെ ചരിത്രമൊക്കെ വായിച്ച് കഴിഞ്ഞപ്പെട്ടല്ലോ, നമ്മളൊക്കെ എന്തോരം അനുഭവിച്ചിട്ടുണ്ടോ അത്രയൊക്കെ തന്നെ അനുഭവിച്ചിട്ടുള്ളൊരു രാജ്യമാണ് ചെക്ക്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന ഈ പ്രദേശത്തെ ഹംഗേറിയൻ രാജാക്കന്മാർ അല്ലെങ്കിൽ ഹംഗേറിയൻ എംപയർ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. ആദ്യം അവരിൽ നിന്ന് ഒരു കണക്കിന് രക്ഷപ്പെട്ട് പുറത്ത് വന്ന് ചെക്കോസ്ലോവാക്യ ഫോം ചെയ്യുന്നു 1918. അതിൻ്റെ പുറകിൽ 1-ാം ലോക മഹായുദ്ധം വരുന്നു. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണമൊന്ന് മാറി വന്നപ്പോഴത്തേക്കും ഹിറ്റ്ലർ കയറി വന്ന് മൊത്തമായിട്ട് പിടിച്ചടക്കി. പിന്നെ ഹിറ്റ്ലറിൻ്റെ ഭരണം, നാസി പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിൽ നിന്ന് ഒരു കണക്കിന് 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഒന്ന് കരകയറി വന്നപ്പോഴത്തേക്കും സോവിയറ്റ് യൂണിയൻ വന്ന് പിടിച്ചടക്കി. പിന്നെ 10-45 വർഷം സോവിയറ്റ് യൂണിയൻ്റെ കമ്മ്യൂണിസ്റ്റുകളാണ്. അവസാനം 1989 ഞങ്ങൾക്കിതെല്ലാം മതി, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡെമോക്രാറ്റിക് രാജ്യം വേണമെന്നുള്ള രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടക്കുകയും 1989 ചെക്കോസ്ലോവാക്യ ഫ്രീ ആവുന്നത്, ഒരു ഡെമോക്രാറ്റിക് രാജ്യമാവുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1993 ചെക്കോസ്ലോവാക്യയിൽ നിന്നിട്ട് ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്ക് റിപ്പബ്ലിക്കുമായിട്ട് 2 രാജ്യങ്ങളായിട്ട് വീണ്ടും പിരിഞ്ഞു പോയി. അപ്പോൾ നമ്മളൊക്കെ അനുഭവിച്ച പോലെ തന്നെ ഉള്ള കഷ്ടങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ടും ഇവിടെയുള്ള ആളുകൾ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുള്ള ഒരു ജനതയാണിത്. എന്നിട്ടും അവർ ഇത്രയും നന്നായിട്ട് ഇതൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത് കാണുമ്പോൾ ശരിക്കും വളരെയധികം സന്തോഷം തോന്നും. ഈ വെൻസില സ്ക്വയറും ഈ പ്രാഗിൻ്റെ ഈ പ്രദേശങ്ങളും ഇതൊക്കെ ടോപ്പ് ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസസാണ്. ഓരോ വർഷവും 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇവിടെ എത്തുന്നത്.
ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം കൊറോണയുടെ ഒരു പ്രശ്നം കാരണമാണ് ഇത്രയധികം കുറവ് ആൾക്കാർ. എന്നിട്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. കൊറോണ ഇല്ലാത്തപ്പോഴുള്ള അവസ്ഥ അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി. പണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനോ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ലാത്തത്ര തിരക്കുള്ള ദിവസങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ വെൻസ്ലാസ് സ്ക്വയറിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മോണുമെൻ്റാണ് ഈ കാണുന്നത്. സെയിൻറ്റ് വെൻസിലാസിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. വെൻസിലാസ് എന്ന് പറയുന്നത് അദ്ദേഹം ബൊഹീമിയ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിലെ ഡ്യൂക്കായിരുന്നു. സോ വെൻസിലാസ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ റോമൻ ചക്രവർത്തി അദ്ദേഹത്തിന് ഒരു രാജാവായിട്ട് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് സെയിൻറ്റ് പദവി കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്കിവിടെ കാണാം, വെൻസിലാസാണ് കുതിരപ്പുറത്തിരിക്കുന്നത്. ചുറ്റും 4 സെയിൻസ്, വിശുദ്ധ പട്ടം ചാർത്തി കിട്ടിയ 4 പേരെ പ്രതിമയാണ്. സോ അദ്ദേഹത്തിന് മരണശേഷമാണ് റോമൻ ചക്രവർത്തി ഒരു രാജാവായിട്ട് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്നു മുതൽ സെയിൻറ്റ് വെൻസിലാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്ന വെൻസസ്ലാസ് സ്ക്വയർ ചെക്ക് ചരിത്രത്തിലെ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ആദ്യകാലത്ത് ഇതിൻ്റെ പേര് ഹോഴ്സ് മാർക്കറ്റ് എന്നായിരുന്നു. ഇവിടെ കുതിരകളെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. അതിനുശേഷം ആണ് ഇതിൻ്റെ പേര് മാറ്റി വെൻസസ്ലാസ് സ്ക്വയർ എന്നാക്കുന്നത്. 1918 ചെക്കോസ്ലോവാക്യയുടെ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ നടന്ന സ്ഥലം ഇതാണ്. അതിനുശേഷം ഇത് നാസി പട അവരുടെ ശക്തി പ്രകടനം നടത്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് വന്നിട്ട് 1989 വെൽവെറ്റ് റെവല്യൂഷൻ നടന്ന് ഇവിടെ തന്നെയാണ്. ഏകദേശം 50,000-ത്തിലധികം സ്റ്റുഡൻസ് അണിനിരന്ന ഒരു വലിയൊരു പ്രക്ഷോഭം നടന്ന സ്ഥലമാണിത്. നിങ്ങൾക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരുമാതിരി ഹിസ്റ്ററി ക്ലാസ് പോലെ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ചെക്കിലെ കാര്യങ്ങൾ പറയാനായിട്ട് കുറച്ച് ചരിത്രം പറഞ്ഞേ പറ്റൂ. ചരിത്രം പറയാതെ ഇത് വെറുതെ കാണിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലമാണിത്. ഈ കവികളൊക്കെ പറയുന്ന പോലെ ചരിത്രമുറങ്ങുന്ന മണ്ണെന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലുള്ളൊരു സ്ഥലമാണ് പ്രാഗ് എന്ന് പറയുന്നത്. സോ കുറച്ച് ചരിത്രം നമുക്ക് പറയാം അല്ലേ. ഇനിയിപ്പോൾ ചരിത്രം അല്ലാത്തൊരു കാര്യം പറയാം. ഈ ചെക്കിൽ ഡേവിഡ് ചെർണി എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ പുതിയ തലമുറയിലെ ഒരുവിധപ്പെട്ട എല്ലാ സ്കൾപ്ചറുകളും ഫേമസ് ആയിട്ടുള്ള മോണുമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കിയത് അങ്ങേരാണ്. സോ അങ്ങേരെ രസകരമായിട്ടുള്ളൊരു മോണുമെൻ്റ് ഇവിടെ ഉണ്ട്, നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇതാ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് വെൻസിലാസ് വിത്ത് ഹാങ്ങിങ് ഹോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 2001 ഞാൻ നേരത്തെ പറഞ്ഞ ഡേവിഡ് ചെർണി എന്ന് പറയുന്ന കലാകാരൻ ചെയ്തതാണ്. ഇപ്പോൾ ആ കാലത്തുണ്ടായിരുന്നു 2000 സർക്കാരിനെ കളിയാക്കിക്കൊണ്ട് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട വെൻസിലാസ് പ്രതിമയുടെ ഒരു കോപ്പി പോലെ വെൻസിലാസ് ഇരിക്കുന്നു, കുതിര തലകുത്തിരിക്കുന്നു. ഈ പറയുന്ന മോണുമെൻറ്റ് ഇവിടെ ഉള്ളതായിട്ട് അധികം ആൾക്കാർക്കൊന്നും അറിയാൻ പാടില്ല. ഒരുപാട് സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് കാണുള്ളൂ. അല്ലാത്തവർ സാധാരണ ടൂറിസ്റ്റ് സ്റ്റൈലിലൂടെ നടന്നു പോകുള്ളൂ. നമുക്കപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാലോ. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഒരുപാട് തെറ്റുകുട്ടികളുണ്ടാവും, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് മുഖം കാണിക്കുന്നത്. സോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദയവേദി പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. സജഷൻസ് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് സജഷൻസ് തരിക. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.